ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോഴേ നമ്മുടെ ഷഫീന ബീബി എന്ന് പറയുന്ന പടക്കശാല ഈ സുരേന്ദ്രനെതിരെ ഉള്ള പോലീസ് സ്റ്റേഷൻ തോറും കയറി ഇറങ്ങി നടക്കുകയാണ്. ആദ്യം കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, അവിടെ ഏറ്റില്ല. അത് കഴിഞ്ഞ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, അവിടെയും ഏറ്റില്ല. അപ്പോൾ അടുത്തത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്കൊന്ന് നോക്കണമല്ലോ, എവളെ പോലെയുള്ള സാമൂഹ്യ വിപത്തുകളായ ദ്രോഹികളെ സപ്പോർട്ട് ചെയ്യോ, അതുപോലെ ഇങ്ങനെയുള്ള എവളുടെയൊക്കെ തന്തയില്ലാത്തരങ്ങൾ പുറത്ത് പറയുന്ന നമ്മൾക്കെതിരെയാണോ നിയമം നിൽക്കുന്നത് എന്ന് നോക്കണമല്ലോ. അതെ, ഞാനിനി അകത്തായാൽ പോലും ശരി, ഞാൻ പ്രതികരിക്കും. കാരണം പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് എവളാണ്. പിന്നെ എന്തായാലും നമ്മളെ തല കൊയ്യാനുള്ള നിയമങ്ങളൊന്നും വരത്തില്ലല്ലോ. അപ്പം നമ്മളുടെ ഈ പടക്കശാലയുടെ മകൻ ബൈക്ക് മോട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള സംഭാഷണങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഇതെന്തായാലും ഞാൻ നേരിട്ട് കണ്ടതല്ല, ഈ തെളിവ് സഹിതം ഓരോരുത്തർ പറയുന്നതാണ്. അപ്പം നമുക്കൊന്ന് കേട്ടാലോ. എന്റെ പാട് നോക്കി പോയതാ, നിന്നെ ഞാൻ പൊക്കിയിരിക്കും. ഈ നാട്ടിലെ നിയമം നിന്നെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിലെ നിയമം വെറും ഷഫീന കാണിക്കുന്നത് പോലെ പേരില്ലാത്ത വ്യക്തിയുടെ വോയിസ് അല്ല. വോയിസ് ഓഫ് ട്രൂത്ത് 2.0 എന്ന ചാനലിലെ മുംതാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇന്നലത്തെ ലൈവാണ്. ഓക്കെ, അപ്പൊ കേൾക്കാത്ത ആളുകൾ കൃത്യമായി കേൾക്കണം. ഈ കേസിന്റെ 4187/2022 കേസ് ഞാൻ ഒരുപാട് ദിവസങ്ങളായി പറയുന്നു. ആ കേസിന്റെ പുറകിലുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസം ഈ വേശ്യ കാട്ടിക്കൂട്ടി. എടീ, ഒരല്പമെങ്കിലും നാണവും മാനവും ഉളുപ്പുള്ള കഴിവറമളാണോ നീ? നിന്നെക്കുറിച്ച് ഇത്രയും തന്തയില്ലാത്തരങ്ങൾ ജനങ്ങൾ പറയണമെങ്കിൽ നീ എത്രത്തോളം വൃത്തികെട്ടവളാണ്? എന്നിട്ടാണോ നീ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കാൻ നടക്കുന്നത്? കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ നിനക്ക് കയറാൻ പറ്റൂ. നീ അവിടെ ചെന്ന് പരാതി കൊടുത്തു, അവിടെ ഏറ്റില്ല അല്ലേ? അടുത്ത നേരെ കഴക്കൂട്ടത്ത് പോയി, അവിടെ നിന്ന് എന്നെ വിളിച്ചു. ഞാൻ വരുന്നത് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. കേക്ക് അതുപോലെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരത്ത് താമസിക്കുന്ന മുംതാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ സൂറത്തിൽ പോയെന്നും അവിടെ മറ്റേ വെടിവെക്കാൻ പോയതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഷെഫീനെ അങ്ങനെ മോശമായിട്ട് ഒന്നും പറഞ്ഞില്ല. ഒരു പണക്കശാല തുടങ്ങിയപ്പോൾ അതിനൊന്ന് പ്രൊമോട്ട് ചെയ്തു, അതല്ലേ നാം ചെയ്ത തെറ്റെന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെയുള്ള തന്തയില്ലാത്തരങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ സമൂഹത്തിലോട്ട് കുറച്ചുകൂടി നമ്മളൊന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എവിടെ വിചാരിച്ച് നമ്മളെ കേസ് കൊടുത്തൊക്കെ അങ്ങ് ഒതുക്കാം എന്നുള്ള ധാരണ അല്ലേ? പിന്നെ കേട്ടല്ലോ, നീ ഈ നാട്ടിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ പേരും അറുവാണി എന്ന് വിളിക്കുന്ന നിന്റെ മകനെ പറഞ്ഞപ്പോൾ നിനക്ക് ചൊറിഞ്ഞു അല്ലേ? നിന്റെ മകൻ്റെ ബൈക്ക് മോഷണം ഞാൻ കണ്ടില്ലടേ. ഓരോരുത്തർ പറഞ്ഞതല്ലയോടാ ഞാൻ അങ്ങോട്ട് പബ്ലിസിറ്റി ആക്കിയത്. അതൊക്കെ ഒന്ന് വേണ്ടായോ? അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണോ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ? എന്നെ ഈ ഫീൽഡിലോട്ട് കൈപിടിച്ച് കൊണ്ടുവന്ന എൻ്റെ ഗുരു അല്ലയോ? നീ കാരണമല്ലേ ഇനിയിപ്പോൾ എനിക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടി ഉള്ള അവസരം ഉണ്ടായത്. നീ നിൻ്റെ കാര്യം നോക്കി മനോമര്യാദയ്ക്ക് ഈ പോയെങ്കിൽ എന്നെ ഇതിനകത്ത് തൊട്ട് വലിച്ചിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എൻ്റെ കുഞ്ഞുങ്ങളെ അറുവാണി എന്ന് വിളിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? എന്താണ് ഉള്ളത്? പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും ആൾക്കാർ നൂറുകണക്കിന് തെളിവുമായിട്ട് വരുന്നല്ലോ, നിനക്ക് എന്തെങ്കിലും ഒരെണ്ണത്തിന് പ്രതികരിക്കാൻ പറ്റാത്ത കാര്യമെന്ത്? നീ എന്താ വിചാരിച്ചു സുരേന്ദ്രക്കാരൻ വെറും നിസ്സാരക്കാരനാണ്, നമുക്ക് അവനെ കേസ് കൊടുത്തങ്ങ് ഒതുക്കാമെന്ന് കരുതി? എടി കാരുടെ തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ നീ ഇതിനൊക്കെ ഒന്ന് റിപ്ലൈ കൊടുക്കടി. നീ ഇതിനൊക്കെ ഒന്ന് റിപ്ലൈ കൊടുക്ക്. കണ്ട മുൻദാസൊക്കെ ഉണ്ടല്ലേ,
അവളൊക്കെ രോമത്തിൽ തൊടാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ചെല്ലേ, അവർക്കൊക്കെ എതിരെ കേസ് കൊടുക്കുക. നിനക്ക് പറ്റൂലല്ലേ? അങ്ങനെയാണെങ്കിൽ നിന്നെ അവിടെ ഇട്ട് വലിച്ച് കീറും, നിന്റെ ചെവുക്കന്നെ അടിച്ച് പൊളിക്കും സ്ത്രീകൾ. അത്ര നല്ല മഹത്തരമാണ് നീ കാണിച്ചു വെക്കുന്നത് അല്ലേ? ഇതൊന്നും അല്ല, കൊണ്ടപോലെ ലീലാവിലാസങ്ങൾ, ലെസ്ബിന്, ആഹാ, പിന്നെ സെക്സ് ചാറ്റ്, പിന്നെ നമ്മളെ ഈ വീഡിയോ കോൾ വഴി ആൾക്കാരെ ആകർഷിക്കാനുള്ള പരിപാടികൾ. ഇത്രയും തന്തയിലാത്രം കാണിച്ച നിന്നെ ഈ കേരളത്തിലെ ജനങ്ങൾ പുഴുത്ത പട്ടിയുടെ സ്ഥാനത്താണ് നിന്നെ കാണുന്നത്. ആ നീയാണ് നമുക്കെതിരെ കേസ് കൊടുക്കുന്നത്. നിനക്കെന്ത് വിലയാണടി ഉള്ളത്? നിനക്കെന്ത് വിലയാണുള്ളത്? നീ എന്തിക്കൊടു പുളുത്തിക്കൊടു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തത്തി നടക്കുമല്ലോ. നിനക്ക് നിന്റെ കാലിന് ഒരു കുരുവില്ലാന്ന് നീ പറയുന്നുണ്ട്. നിനക്ക് ആ ഒരു പേരും പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അതിനുള്ള തെളിവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടടവേ. എന്തിക്കൊടയ്യാ മുളുത്തിക്കൊടയ്യാ എന്ന് പറഞ്ഞൊക്കെ നടക്കുന്നേ. അപ്പം കേസ് കൊടുത്ത് നമ്മളെ അങ്ങോട്ട് വരട്ടി ഒതുക്കി നിർത്താം എന്നാണ് കരുതിയത് അല്ലേ? ബാക്കി വരട്ടെ. അപ്പോൾ നീ മറ്റുള്ളവരുടെ DNA ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് നടന്നപ്പോഴേ നിന്റെ DNA ടെസ്റ്റ് ഒന്നും എടുത്ത് നോക്കാത്തത് നിന്റെ ഈ പുത്രന്മാരെ വെച്ച് അത് ഏത് വിത്തിനാണ് എങ്ങനെയാണ് ഉണ്ടായത്, അത് മിക്സറായിട്ട് എല്ലാത്തിനും കൂടെ ഒന്ന് കലക്കി ഒഴിച്ചൊന്നിൽ ഉണ്ടായാണോ എന്നറിയത്തില്ലല്ലോ. നീ മറ്റുള്ളവരുടെ DNA എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്തയില്ലാത്ര പറയുമ്പോഴേ അപ്പോൾ നിന്നെക്കുറിച്ച് വർഷങ്ങളായിട്ടുള്ള ഇത്രയും കൃത്യമായിട്ട് ഉള്ള തെളിവുകൾ വേണമെങ്കിൽ നിസ്സാരമാണോ? ഇവരൊക്കെ കഥകൾ ഉണ്ടാക്കി പറയുന്നതാണോ? നീ എന്നെയും ഒരു ലൈവിലിരുന്ന് പച്ച തെറി വിളിക്കുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്ക് തെളിവല്ലേ? ഈ തെറിവിളി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മാത്രമുള്ള അവകാശമാണോ? അപ്പം നീ ഇതുപോലെ ഇനി പല പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങി നടക്കണം കേട്ടോ. പിന്നെ ഇവർക്കൊപ്പം ഞാനും കാണും. എന്നെ പിടിച്ച് ഒന്നുകിൽ എൻ്റെ തല വെട്ടണം, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ ജീവപര്യന്തം അവിടെ ഇടണം. എന്തായാലും അതിനുള്ള ഒരു തെറ്റും കാര്യമൊന്നും ഞാൻ ചെയ്തതായിട്ട് തോന്നുന്നില്ലടോ. എവിടെ ചെന്നാലും നിനക്കെതിരെയുള്ള 100 കണക്കിന് തെളിവുകൾ സുരേന്ദ്രൻ കാണിക്കും. അതിനുള്ള വകുപ്പെല്ലാം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. എന്താ കഥ? നാട്ടുകാർക്ക് അങ്ങോട്ട്
അപ്പോൾ അങ്ങനെ നമ്മുടെ പടക്കശാല കൊണ്ടുവന്ന് ഇതുപോലെ പോലീസ് സ്റ്റേഷൻ തോറും കയറി ഇറങ്ങി നടക്കും കേട്ടോ. നടക്കണം കേട്ടോ, നടന്നോ. പിന്നെ ഈ എല്ലാവരും ഉരകജീവി എന്ന് വിളിക്കുന്ന ഇത് എന്തിനാണവേ? ഈ തെറിത്താത്തയൊന്നും അറിയാമായിരുന്നു. പിന്നെ പടക്കശാല എന്തായി? പിന്നെ ഈ ഉരകജീവി എന്ന് വിളിക്കുന്ന എന്തിനാ? എത്ര പേരുണ്ടടവേ? എന്റെ പൊന്ന് കർത്താവ്, ഈ ഉരകജീവി എന്ന് വിളിക്കുന്ന കാര്യം എന്താണ്? എന്റെ കർത്താവ്, ഇയാൾ ഇത്രയ്ക്ക് ലോക പ്രസക്തിയാണോ? ഓരോരുത്തരും അവരവരെ ഇഷ്ടാനുസരണം വിളിക്കുന്നു. എന്താ പൊന്നു. പിന്നെ പടക്കശാല, പിന്നെ എന്താ പറയുന്നേ, തെറിത്താത്ത, അത് പോയിട്ട് ഇപ്പൊ ഉരകജീവി. അപ്പൊ അടുത്ത കേസ് കൊടുക്കുക കേട്ടോ. ബൈ.